സ്കൂൾ അധ്യാപക തസ്തികയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഘടനയും അടിമുടി പരിഷ്കരിക്കാൻ സർക്കാർ പ്രത്യേക കരട് ചട്ടം തയ്യാറാക്കിയിരിക്കുകയാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കാരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇനി ഉണ്ടാകില്ല. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് സെക്കൻഡറി എന്നാക്കുകയാണ്. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ സെക്കൻഡറിക്ക് കീഴിലാകും. 7 വരെയുള്ള പ്രൈമറി സ്കൂളുകളുടെ അക്കാദമിക് മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെയും നിയമിക്കും. ഹൈസ്കൂളിന് മാത്രമായി ഇനി അധ്യാപകരെ നിയമിക്കില്ല. ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ, സീനിയർ തസ്തികകളും ഉണ്ടാകില്ല. സെക്കൻഡറിയിൽ നിയമിക്കുന്നവർ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കാനെത്തും. നിയമനത്തിന് ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും നിർബന്ധമാക്കിയിരിക്കുകയാണ്. സെക്കൻഡറിക്ക് താഴെയുള്ള സ്കൂളുകളിൽ അധ്യാപകരാകാൻ ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും വേണം. 5 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപക നിയമനവും വിഷയാധിഷ്ഠിതമാക്കി. പ്രീ പ്രൈമറി ടീച്ചർ, പ്രൈമറി ടീച്ചർ, സെക്കൻഡറി ടീച്ചർ, വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്നീ 5 വിഭാഗം അധ്യാപകരെ ഇനി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴുള്ള അധ്യാപകരെ ബാധിക്കാതിരിക്കാൻ നിയമന പരിഷ്കാരങ്ങൾ 2030 ജൂൺ 1 മുതലേ പൂർണ്ണമായി നടപ്പിലാക്കും. 12 വരെയുള്ള വിദ്യാലയങ്ങൾ സെക്കൻഡറി സ്കൂൾ, 10 വരെയുള്ളവ ലോവർ സെക്കൻഡറി, 7 വരെയുള്ളവ പ്രൈമറി, 4 വരെയുള്ളവ LP സ്കൂൾ എന്നിങ്ങനെയായിരിക്കും. പ്രധാന അധ്യാപകൻ, പ്രധാന അധ്യാപിക എന്നീ പേരുകൾ മാറ്റി സ്കൂൾ മേധാവികളെല്ലാം പ്രിൻസിപ്പൽ എന്നറിയപ്പെടും. സ്കൂൾ ഏകീകരണം നടപ്പിലാക്കാനുള്ള സർക്കാരിൻ്റെ കരട് ചട്ടത്തിൽ വിദ്യാഭ്യാസ ഓഫീസുകളുടെ ഘടനയിലും അഴിച്ചുപണിയുണ്ട്. DPI ഹയർ സെക്കൻഡറി, VHSE വിഭാഗങ്ങളിലെ അധ്യാപകരെയും ഉദ്യോഗസ്ഥരെയും കേരള ജനറൽ എഡ്യൂക്കേഷൻ സബോർഡിനേറ്റ് സർവീസ്, കേരള ജനറൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് സർവീസ് എന്നീ 2 വിഭാഗങ്ങളായി തിരിക്കും. ഈ മാറ്റം എയ്ഡഡ് മേഖലയിൽ നടപ്പിലാക്കാൻ KER ഭേദഗതി ചെയ്യും. സ്കൂളുകൾക്കുള്ള AEO, DEO ഓഫീസുകളും ഹയർ സെക്കൻഡറിക്കുള്ള RDD ഓഫീസ്, VHSEക്കുള്ള AD ഓഫീസുകളും ഇനി ഉണ്ടാകില്ല. പകരം റവന്യൂ ജില്ലകളിൽ പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എന്ന ഓഫീസാകും. ബ്ലോക്ക് തലങ്ങളിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഓഫീസുകളും വരും. ജില്ലാ പഞ്ചായത്ത് പരിധിയിലുള്ള സെക്കൻഡറി സ്കൂളിലേതടക്കം പ്രീ പ്രൈമറി മുതൽ 7 വരെയുള്ള ക്ലാസുകളുടെ അക്കാദമിക് മേൽനോട്ടം പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസറുടെ കീഴിലായിരിക്കും. ഈ ഓഫീസർ തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് സീനിയോറിറ്റി മാത്രമല്ല, കഴിവും കാര്യനിർവഹണ ശേഷിയും മാനദണ്ഡമാക്കാനാണ് ശുപാർശ.